അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യത്യസ്തമായ വിഷയവും അതിനോടൊപ്പം വ്യത്യസ്തമായ ഒരു അവതരണവും. നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ജിന്നും പിന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു പുസ്തകമായിരുന്നു ഒരു മുസ്ലിം ജിന്നുമായ അഭിമുഖം എന്നത്. നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരും പിന്നെ മുസ്ലിം വ്ളോഗേഴ്സൊക്കെ വലിയൊരു പ്രൊമോഷനൊക്കെ കൊടുത്ത പുസ്തകമാണ്. ഈ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും വളരെ ലളിതമാണ്. മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വിഷയമൊന്നും അങ്ങനെ ഇസ്ലാമിലില്ല. ഈ ജിന്ന് എന്ന് പറയുന്നത് മുസ്ലിമുകൾക്ക് വലിയൊരു പിടുത്തമില്ലാത്ത ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അത് സങ്കീർണമായൊരു വിഷയമായതുകൊണ്ടോ മറ്റോ അല്ല, മറിച്ച് അതിനെ അന്വേഷിച്ച് പോകാത്തതുകൊണ്ടാണ്. ഖുർആൻ വായിക്കാത്തത് ഒരു മതത്തിൻ്റെ, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആനാണ്. ഒരാൾക്ക് ഇസ്ലാം മനസ്സിലാക്കണമെങ്കിൽ അവന് ഖുർആൻ മനസ്സിലാക്കിയേ തീരൂ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഖുർആൻ അറബിക്കിൽ ഓതും എന്നല്ലാതെ ഖുർആൻ മനസ്സിലാക്കുക എന്നതില്ല. ഖുർആൻ എന്താണ് എന്ന് പോലും ഒരു ബോധമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം ഖുർആൻ പഠിച്ചവൻ്റെ കലാമാണ്, പഠിച്ചവൻ്റെ അനശ്വരമായ വാക്കാണ്. അപ്പോൾ പഠിച്ചവൻ്റെ വാക്കിനെ അത്രത്തോളം വില കൽപ്പിക്കാത്ത ആൾക്കാരല്ല നമ്മൾ. പക്ഷെ എന്നാൽ പോലും എന്താണ് നമ്മൾ അതിന് ഈ പറഞ്ഞ അറിയാനൊന്നും ശ്രമിക്കാറില്ല. സമയം ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ ഇതിനെയൊക്കെ മനസ്സിലാക്കാനും നമ്മളെ പഠിപ്പിക്കാനും ഒക്കെ വേറെ കുറേ ടീംസിനെ നമ്മൾ ഏൽപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രത്യക്ഷ ഫലം എന്താണെന്ന് വെച്ചാൽ അവർ ഇതിൻ്റെ ഒരു ടീമായി ഇതിൻ്റെ ഒരു സംഭവമായി മാറുന്നു. അവർ പറയുന്നതെല്ലാം ദീനാവുന്നു. അവരിൽ നമുക്ക് വളരെ വലിയൊരു ഭയങ്കര വിശ്വാസം, നമ്മളെക്കാൾ അവരെ വിശ്വസിക്കുന്നു. അതോടെ ആ വിശ്വാസത്തെ ചൂഷണം ചെയ്തും പല ആൾക്കാർ രംഗത്ത് വരുന്നു. അതിനെ കച്ചവടമാക്കിയും പല കഥകളിലൂടെ അവരുടെ കച്ചവടത്തെ പൊടിപൊടിപ്പിക്കാനും ഇപ്പോൾ ചില പുസ്തക രൂപത്തിലും പല വിഷയങ്ങളെ ഈ പറയുന്ന പണ്ടത്തെ മാന്ത്രിക കഥകൾ അല്ലെങ്കിൽ അങ്ങനെ നാട്ടുകഥകൾ, നാടോടി കഥകൾ, ഇതൊക്കെ പോലെ ഓരോരോ വിഷയങ്ങളെ പൊലിപ്പിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഖുർആൻ അറിയാൻ ശ്രമിക്കാത്തതിൻ്റെ ഒരു ഫലമായിട്ട് ആണ് എന്നെ പറയേണ്ടി വരും. അതിൽ നമുക്ക് ലജ്ജയാണോ തോന്നേണ്ടത്, അഭിമാനമാണോ തോന്നേണ്ടത്, അത് നിങ്ങളുടെ മൈൻഡ് പോലെ. ജിന്ന് എന്ന് പറയുന്നത് ഖുർആൻ വളരെ ലളിതമായി തന്നെ പറയേണ്ട. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് നോക്കാം. സ്ക്രീൻ റെക്കോർഡിൽ തന്നെ ChatGPT ഞാൻ ഓൾറെഡി അതിനൊരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഖുർആൻ പറയുന്നത് എന്നൊക്കെ, പണ്ഡിതന്മാർ എന്താണ് പറയുന്നതൊക്കെ വളരെ വ്യക്തമായി തന്നെ ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ജിന്നിനെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ജിന്നെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ ഇപ്പോൾ ജിന്നെന്ന് പറയുമ്പോൾ കേൾവിയിരുന്നത് പണ്ടത്തെ കാലങ്ങളിലെ ഓരോ നാടുകളിലെ ഓരോ നാട്ടുകഥകളും അതുമായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ള കഥകളൊക്കെയാണ്. അലാവുദ്ദീനിലെ അത്ഭുത വിളക്കിലെ ജിന്നൊക്കെയാണ് നമ്മൾ ജിന്നെന്ന് പറയുമ്പോൾ മൈൻഡ് വരുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ആ അലാവുദ്ദീൻ എന്ന മൂവിയിലെ ജിന്ന് നമ്മളുടെ മനസ്സിൽ ഖുർആനിൽ പറയുന്ന ജിന്നിനേക്കാൾ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പല ചിന്തയും ചിത്രമൊക്കെ മൈൻഡിൽ വരുന്നത്. അതൊക്കെ നമ്മുടെ കഴിവുകേട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകേടിനെയും പിന്നെ അതിനെ ദുരുപയോഗം ചെയ്യുന്നതൊക്കെ തടയാൻ കൂടിയാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ മെയിനായിട്ട് ആദ്യം തന്നെ ജിന്നെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. പിന്നെ അതിനുശേഷം ഈ പറയുന്ന പുസ്തകം, ഒരു മുസ്ലിം ജിന്നുമായിട്ടുള്ള അഭിമുഖം എന്ന പുസ്തകത്തെയും ഫോട്ടം ചെയ്യാം. ലളിതമായി തന്നെ മൊത്തം A to Z വരെ പേജുകൾ ഒന്നും നോക്കുന്നില്ല. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവർ മെയിനായിട്ട് ക്ലൈം ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ ഡിബങ്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ഖുർആൻ വെച്ച് തന്നെയാണ് ഡിബങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. അപമാനിക്കാനോ ഒന്നുമില്ല. കാരണം അപമാനിക്കാനാണെങ്കിൽ തന്നെ ഈ പുസ്തകത്തിൽ പ്രത്യേകിച്ചിട്ട് എഴുതിയാളുടെ ഫോട്ടോ പോലും ഇല്ല. പിന്നെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഖുർആനിൽ നോക്കാം എന്താണ് ഖുർആനിൽ ജിന്നിനെ പറ്റി സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജിന്നിനെ പറ്റിയിട്ടുള്ള എന്തറിവാണ് നമുക്ക് നൽകുന്നത്
എന്നാദ്യം നോക്കിയാലല്ലേ പിന്നെ ബാക്കിയുള്ള ജിന്നിനെ പറ്റിയിട്ടുള്ള ഒക്കെ ഈ പുസ്തകമൊക്കെ നമുക്ക് ഒന്ന് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ലളിതമായി തന്നെ ഖുർആനിൽ A to Z ജിന്നിനെ പറ്റി എന്താണ് പറഞ്ഞത്, വളരെ കുറച്ച് കാര്യങ്ങളെ അറിവേ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി ഇപ്പോൾ തരുന്നുള്ളൂ. അപ്പോൾ അതൊന്നും വിടാതെ തന്നെ ഇവിടെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ChatGPT ഞാൻ ലിസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകാം. ആകെ ടോട്ടൽ എത്രയാണ്? 7 പോയിൻറ്റ്സേ ഉള്ളൂ. അവിടെ കുറേ പോയിൻറ്റ്സ് ഉണ്ടെന്ന് കരുതി നിൽക്കണ്ട. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നോക്കാം, ജിന്ന് സത്യമായ സൃഷ്ടിയാണ്. അതെ, നമുക്കറിയാം ഖുർആനിൽ പലയിടങ്ങളിലായി ജിന്നിനെ പരാമർശിക്കുന്നുണ്ട്. മനുഷ്യരോടൊപ്പം തന്നെ ഇൻസാന വൽ ജിന്നി എന്ന് തന്നെ പല സ്ഥലത്ത് ഖുർആനിൽ പല ആയത്തുകൾ തന്നെ അവ സത്യമാണ്, അവർ എന്താണ് ഒരു മിത്തല്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇനി അവ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് ഖുർആൻ പറയുന്നത്. പുകരഹിതമായ തീയിൽ നിന്ന് സൃഷ്ടിച്ചു, അതായത് പുകരഹിതമായ തീയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. നമുക്കറിയാം മനുഷ്യർ മറ്റെല്ലാ ജീവജാലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് വെള്ളവും ഭൂമിയുടെ ഇതുമായി ചേർന്ന കളിമണ്ണ്, അതായത് മണ്ണും ഈ പറഞ്ഞ വെള്ളവും. അതിലെ ഒറ്റയടിക്ക് പെട്ടെന്ന് ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ ഒരു പ്രതിമ ഉണ്ടാക്കും പോലെ പഠിച്ചവൻ അതുണ്ടാക്കി ഊതിയെന്നല്ല. അങ്ങനെയൊന്നും ഇസ്ലാമില്ല. ഇസ്ലാമിൽ ഈ പറയുന്ന എവല്യൂഷൻ തിയറി പോലെ തന്നെ ഭൂമിയിലും വെള്ളവും ചേർന്ന് തന്നെയാണ് സകലമാന ജീവജാലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചത് എന്നും, പിന്നെ ആദമിനെ ഹവയിൽ നിന്നും ഒരേ റൂഹിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ചില ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത് ആദമിനെ വാരിയൽ കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ്. അതിലൊന്നും ഒരു കയമ്പില്ല. രണ്ടാൾക്കും ജീവൻ വന്നത് ഒരൊറ്റ റൂഹിൽ നിന്നാണ്, സിംഗിൾ റൂഹ്. അതുകൊണ്ട് ചില ആൾക്കാർ ഈ പറയുന്ന പല ഭാര്യയാലെ സ്ത്രീയെ ഒന്ന് താഴ്ത്തി കെട്ടാൻ ഇപ്പോൾ ലാമ്പ് ഈ വാരിയലിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല കാര്യം. ഓക്കെ, അതായത് നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം ക്ലിയറാണ്. പുകരഹിതമായ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, സ്മോക്ക്ലെസ് ഫയർ. അപ്പോൾ ഈ തീ നമുക്കറിയാം, ഇബ്ലീസൊക്കെ ജിന്നിൽപ്പെട്ടതാണ്. ഈ ഇബ്ലീസിൻ്റെ ഒരു ഈഗോയാണ് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ ഭൂമിയിലെ വസ്തുക്കൾ നിർമ്മിച്ചതും താൻ തീ കൊണ്ട് നിർമ്മിച്ചതാണ് എന്നുള്ള ആ ഒരു അഹങ്കാരം, ആ ഒരു ഹുങ്ക് ആണ് വലിയ രീതിയിലേക്ക് ഇബ്ലീസിൻ്റെ നാശത്തിലേക്ക് നയിച്ചത്. അത് തന്നെയാണ് ഇവിടെയും. മനുഷ്യരെക്കാൾ മുമ്പ് സൃഷ്ടിച്ചു. നമുക്കറിയാം ഖുർആനിൽ ആദമിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന മുമ്പ് തന്നെ ഈ ജിന്നുകളുടെ പിന്നെ മലായിക്കങ്ങളുടെ സാന്നിധ്യം സ്വർഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. അവർ നമുക്ക് മുമ്പേ ഉള്ളവരാണ്. ജിന്നുകൾക്ക് സ്വതന്ത്ര ഇച്ഛാശക്തിയുണ്ട്. അത് നമുക്കറിയാം. മനുഷ്യനും മലായിക്കങ്ങൾ തമ്മിലുള്ള മാലാഖമാർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മനുഷ്യരെന്തുണ്ട്, ഫ്രീ വില്ലുണ്ട്, ഇച്ഛാശക്തിയുണ്ട്, സ്വന്തമായി തീരുമാനിക്കാനും അങ്ങനെയുള്ളതൊക്കെ ഇതുണ്ട്. എന്നാൽ മലായിക്കങ്ങൾക്ക് അതില്ല. മലായിക്കങ്ങളുടെ അവരെ സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ എന്താണ്, ടേക്ക് ഓർഡർ ആൻഡ് എക്സിക്യൂട്ട്. അതായത് എന്താണ് പഠിച്ചവൻ പറയുന്നത് അത് കേൾക്കുക, അത് നടപ്പിലാക്കുക. നമുക്ക് മാത്രമേ അത് ചിന്തിക്കാനും വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു ഫ്രീ വിൽ തന്നിട്ടുള്ളൂ. പിന്നെ അള്ളാഹു കൊടുത്തത് ആക്ച്വലി ജിന്നിനാണ്. നമുക്ക് മുമ്പേ ഉള്ള ആൾക്കാരായ ജിന്ന്, അവർക്ക് എന്താണ് മനുഷ്യരെ പോലെ തന്നെ ഇച്ഛാശക്തിയുണ്ട്, ഫ്രീ വില്ലുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് എന്ത് വരുന്നത്, ബിലീഫും ഡിസ്ബിലീഫും, അഥവാ വിശ്വാസവും അവിശ്വാസവും. ഈ എനിക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്നത് ഒരു ചോയ്സ് ആണല്ലോ, ആ ഒരു ഇച്ഛാശക്തിയാണല്ലോ. അത് മനുഷ്യനും ജിന്നിനും മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വസിക്കുന്നവരും അവിശ്വാസികരും ഉണ്ട്. അപ്പോൾ ജിന്നുകൾ 2 വിഭാഗത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്ന് വിശ്വസിക്കുന്നവർ, മുസ്ലിമുകളും, പിന്നെ വിശ്വസിക്കാത്തവരും. അപ്പോൾ ഇവിടെ പല ആളുകൾക്ക് തോന്നുന്നത്, ഇവിടുന്ന് പല ആൾക്കാർ കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഖുർആനിലാകെ 2 വിഭാഗമേ പരാമർശിക്കുന്നുള്ളൂ. ഒന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും. പക്ഷേ ഈ ജിന്നുമായി അവർ അഭിമുഖം എന്ന ഈ ഒരു പുസ്തകത്തിൽ പോലും പല മത ജിന്നുകളെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ വെറും അടിസ്ഥാനമായിട്ടൊന്നുമില്ല, അടിസ്ഥാനരഹിതമാണ്. കാരണം ഈ
വിശ്വാസം കൊണ്ട് പറയുന്നത് മുസ്ലിം എന്ന് വിളിക്കുമ്പോൾ പോലും ഈ ഒരു മനുഷ്യൻ്റെ സെൻസിൽ, ഒരു ഹ്യൂമൻ സെൻസിൽ മുസ്ലിമല്ല. അവരിങ്ങനെ അജും പിന്നെ ഈ തൊപ്പിയും പിന്നെ ഖുറാനോതും അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴുള്ള ജീവിതമല്ല അവരുടെ. കാരണം അവരൊരു ഒരു അങ്ങനെ ഒരു സ്പീഷീസ് അല്ല. നമ്മളെപ്പോലെ മനുഷ്യരെ പോലെ ഒരു മാമത്തോ ഒരു എനിമൽ അങ്ങനെയല്ല. അവരൊരു ഫിസിക്കൽ പോലും അല്ല. സോ അവരുടെ വിശ്വാസം കൊണ്ടാണ് പറയുന്നത് മുസ്ലിമാണ്. കാരണം മുസ്ലിമിൻ്റെ അർത്ഥം എന്താണ്? ദ വൺ വു സറണ്ടർ ടു ഓർ സബ്മിറ്റ്, അതായത് അള്ളാഹുവിൽ കീഴടങ്ങിയവർ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ഈ ഇബ്ലീസും അംഗീകരിക്കുന്നുണ്ടെന്നേ. ഖുർആനിൽ വളരെ വ്യക്തമാണ്. ഇബ്ലീസ് നിരീശ്വരവാദിയൊന്നുമല്ലല്ലോ. ഇബ്ലീസ് എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവോട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്, അള്ളാഹുവാണ് പഠിച്ചവെന്ന് വിശ്വസിക്കുന്നുണ്ട്. അല്ലാതെ നീയും പഠിച്ചവെന്നില്ല ഞാനാന്ന് പറഞ്ഞില്ലല്ലോ ഇബ്ലീസ്. എന്താണ് അവിടെ ഇബ്ലീസിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇബ്ലീസ് റെബല്യസ് ആണ്, എന്താണ് വിരോധിയാണ്. അവിടെ എന്താണ് ഡിസൊബേ, അതായത് അനുസരണക്കേട്, അതാണ് അവിടെ കാണിച്ചത്. അപ്പോൾ അതാണ് ഇവിടെയും സെയിം സാധനം തന്നെയാണ്. അതായത് ഈ ജിന്നെന്ന് പറയുന്നത് അവരിൽ മുസ്ലിമുകൾ, അതായത് വിശ്വാസിയായവരുണ്ട്, അതായത് പഠിച്ചവരിൽ കീഴടങ്ങിയവരും, പിന്നെ അവിശ്വാസി എന്ന് പറയുമ്പോൾ അതിനെ അർത്ഥമേ ഉള്ളൂ. അതായത് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ എന്നല്ല, മറിച്ച് ഈ ഇബ്ലീസ് എന്താണ് അത് തന്നെ. അതായത് അള്ളാഹുവിൽ കീഴ്പ്പെടാതെ, കാരണം അവർക്ക് ഡെനി ചെയ്യാൻ പറ്റില്ല അള്ളാഹു ഇല്ല ഉണ്ടോ, അങ്ങനെ നമ്മൾ മനുഷ്യന്മാർക്ക് ഡിബേറ്റൊന്നും അവരില്ല. പക്ഷേ അവർക്കറിയാം അള്ളാഹു ഉണ്ട്, അള്ളാഹുവാണ് സർവ്വനാഥൻ. പക്ഷേ എന്താണ്, ഇബ്ലീസിനെ പോലെ അവരും എന്താണ് വിരോധികളാണ് എന്നതേ വ്യത്യാസമുള്ളൂ. അതായത് അവരിൽ പല വേറെ വിശ്വാസികളൊന്നും ഇല്ല. അവർക്കും വിശ്വാസമുണ്ട്, അള്ളാഹു ഉണ്ടെന്ന്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, അതിനെ പിന്തുടരുന്നില്ല. അപ്പോൾ അതേ ഈ 2 വിഭാഗമേ ജിന്നുള്ളൂ. എന്താണ്? ഒന്ന് മുസ്ലിംസ് ആയിട്ടുള്ളവർ, രണ്ടാമത് ഈ അവിശ്വാസിയായിട്ടുള്ള ഇവരാണ് ഈ സിഹിർ പോലുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ ഈ ദുഷ്ട ജിന്നുകളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അതൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഇതാണ്. എന്താണ് ഈ ദുഷ്ട ജിന്നെന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ പറയുന്ന സിഹിറിലൊക്കെ ഉപയോഗിക്കുന്നതും ഈ ബ്ലാക്ക് മാജിക്കൊക്കെ ഈ ഒരു അവിശ്വാസികളായിട്ടുള്ള ജിന്നുകളാണ്. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? അവർക്കും ഉത്തരവാദിത്തമുണ്ട്. അതായത് മനുഷ്യനും ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരാൾക്ക് ഉത്തരവാദിത്വവും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യർ ഈ മതം മാത്രം നമ്മൾ എന്തിനും ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മളിപ്പോൾ എന്ത് സ്ഥാനമാണെങ്കിലും, ഇപ്പോൾ ഒരു അവിശ്വാസി അല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവർ ഒരു മകൻ എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ അമ്മ എന്ന നിലയിൽ, മകളെന്ന നിലയിൽ, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, അങ്ങനെ പല രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ പോലെ തന്നെ നമുക്കും എന്തുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്നത് എന്താണ്? ധാർമ്മികതയാണ്. ധാർമ്മികത, നന്മകൾ ചെയ്യൽ, ഇങ്ങനെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. ആ ഒരു റിസൾട്ടായിരിക്കും എന്താണ്? സ്വർഗമോ നരകമോ. അപ്പോൾ അതുപോലെ ഈ ജിന്നിനും എന്തുണ്ട്? സ്വർഗവും നരകവുമുണ്ട്. ഇനി 4ാമത്തെ പോയിന്റിലേക്ക് പോകാം. അവർ ഖുർആൻ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അറിയാം, അതിന് ഉദാഹരണമായിട്ട് ഖുർആൻ തന്നെ ഒരു വാക്യം ഉദാഹരണമായിട്ട് കൊടുക്കുന്നുണ്ട്. ജിന്നുകളുടെ ഒരു വിഭാഗം ഖുർആൻ കേട്ട് വിശ്വസിച്ചു. അതായത് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിടെ ജിന്നുകൾ അത് കേട്ടു, അതെന്താണ്, അവരത് വിശ്വസിച്ചു. അപ്പോൾ ഇതിനർത്ഥം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് പടച്ചവൻ എന്തുണ്ട്? വിശ്വാസക്കേടൊന്നുമില്ല. അങ്ങനെ പടച്ചവനില്ല എന്നുള്ളതൊന്നുമില്ല. അല്ലെ വേറെ ഏതെങ്കിലും പടച്ചവനിലേക്ക്, വേറെ ഏതെങ്കിലും ദൈവങ്ങളിലേക്കൊന്നും അവർ ആരാധിക്കുന്നില്ല. പക്ഷേ അവരെന്താണ്, അവരുടെ മൈൻഡ് എങ്ങനെയാണ്? ഇബ്ലീസിനെ പോലെ റെബിലിയസാണ്. അവർ അള്ളാഹുവിൻ്റെ വിരോധിയാണ്, അള്ളാഹുവിൽ കീഴ്പ്പെടാത്തവരാണ്. അപ്പോൾ ഈ ഖുർആൻ കേട്ട് അവർക്ക് എന്താണ്? അള്ളാഹുവിനെ അവരറിയുന്നു. അങ്ങനെ അവരെന്താവുന്നു? അള്ളാഹുൽ ഒരു മുസ്ലിമിനെ പോലെ വിശ്വസിക്കുന്നു. അവരെന്ത് ചെയ്യാണ്? അവരെ അള്ളാഹുവിൽ കീഴ്പ്പെടുകയാണ്. അപ്പോൾ അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുക? നമുക്കറിയാം, അവർ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവരെന്താണ്? നമ്മളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് നമ്മുടെ ലോകത്തേക്ക് വരാനോ സാധിക്കില്ല. നമുക്ക് അവരെ കാണാൻ പറ്റാത്തതേ ഉള്ളൂ. ഓക്കെ, അവരെ ഇൻവിസിബിൾ പീപ്പിളൊന്നുമല്ല, മറിച്ച് അവരെന്താണ്? ഒരു സ്പീഷീസും അല്ല.
ഓക്കെ. ഒരു മൃഗവുമല്ല, ജീവിയല്ല, നമ്മുടെ മൈൻഡിന് ബിഹൈൻഡാണ്. അതായത് ഇൽമുൽ ഗൈബാണ്. അതായത് നമുക്കറിവില്ലാത്ത സംഭവമാണ്. നമുക്കാകെ കുറച്ചറിവേ പഠിച്ചവൻ ജിന്നുകളെ പറ്റി പറയാനുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചവൻ ഖുർആനിൽ ഉടനീളം പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതേ ആക്ച്വലി നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ അത്രയും എന്താണ് അറിവുകൾ അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ജിന്ന് പറ്റി നമുക്ക് കുറച്ച് എന്താണ് ചുരുങ്ങിയ വിവരമേ ഉള്ളൂ. ആ വിവരം മാത്രമേ ഖുർആൻ നമുക്ക് തരുള്ളൂ. ആ വിവരം മാത്രമേ നമ്മൾ വിശ്വസിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ അവർ എന്താണ് ഇവിടെ പ്രത്യേകം പറയാനുണ്ട്, വേറെ മതമൊന്നുമില്ല, അവരുടെയൊക്കെ എന്താണ് സന്ദേശം സെയിം തന്നെയാണ്. പിന്നെ അഞ്ചാമത്തേതായി പറയുന്നത്, അവർ നമുക്ക് ദൃശ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അവരെ കാണാൻ പറ്റുമോ? ഇല്ല. അവരുമായിട്ടൊരു തരത്തിൽ നമുക്കങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ദുഷ്ടന്മാരായിട്ടുള്ള, അതായത് ഈ അവിശ്വാസികളായിട്ടുള്ള ജിന്നുകൾ ഈ സിഹിറുമായി ബന്ധപ്പെട്ട് ഇൻട്രാക്ട് ചെയ്യുന്നല്ലാതെ അതും നേരിട്ടുള്ള മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും പോലെ ഒരു സംഭാഷണമൊന്നുമില്ല. ഓക്കെ, അത് അതിൻ്റെ രീതിയിലായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകും ഒരു 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 എഫക്റ്റാണ്. അല്ലാതെ എന്തല്ല, നമുക്കൊരിക്കലും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു സംസാരിക്കാൻ, നേരിട്ട് കാണാൻ, അല്ലെങ്കിൽ അവർ നമ്മുടെ ശരീരത്തെക്കാരോ അങ്ങനെയുള്ളതൊന്നും, അതൊക്കെ അസംബന്ധമാണ്. അതിനൊന്നും അതൊക്കെ അടിസ്ഥാനരഹിതവുമാണ്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജിന്നുകളുടെ അറിവ് പരിമിതമാണ്. അതെ, മനുഷ്യൻ്റെ കാര്യം പോലെ എന്തും ആയിക്കോട്ടെ, എന്താണ് ഒരു പരിമിത ഇൽമാണ്. നമുക്ക് എല്ലാം അറിയത്തില്ലല്ലോ. അങ്ങനെ എല്ലാം അറിയാമെങ്കിൽ പഠിച്ചവല്ലേ. അപ്പോൾ എല്ലാം അറിയുന്നവൻ പഠിച്ചവനാണ്. അപ്പോൾ അവർക്ക് എന്തുണ്ട്, ഈ അൺസീനാണെങ്കിലും അവർക്ക് ഈ പറയുന്ന ഒരു എന്താണ് ഒരു ആറ്റം പോലെയാണെങ്കിൽ പോലും, ഒരു സ്പീഷീസ് അല്ലെങ്കിൽ പോലും, എന്തിരുന്നാൽ പോലും ഇപ്പോൾ നമ്മൾ പറയും നമുക്ക് ചെറുകണ്ടേ പറക്കാം അങ്ങനെയൊക്കെ പറയാം. പക്ഷെ എന്നാൽ പോലും അവർ അൺസീനാണെങ്കിലും അവരുടെ ലോകത്താണെങ്കിൽ പോലും മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമല്ല. അവർക്ക് എന്തുണ്ട്, പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് അവർക്കെല്ലാം അറിയാം. നമ്മളെക്കാട്ടും ചിലപ്പോൾ ബെറ്റർ പല കാര്യങ്ങളും അറിയായിരിക്കാം. പക്ഷെ എന്നാൽ പോലും അവർക്കെല്ലാം അറിയാം എന്ന രീതിയില്ല. അവരുടെ എന്താണ് അറിവ് പരിമിതമാണ്. അതിനുദാഹരണമായിട്ട് ഇവിടെ വ്യക്തമായി കൊടുക്കുന്നുണ്ട് ഖുർആനിൽ, അവർക്ക് അദൃശ്യജ്ഞാനമില്ല. അതായത് എന്താണ്, ഇൽമുൽ ഗൈബ് ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് കൊടുക്കുന്നത് സുലൈമാൻ അലൈഹിസ്സലാം, അതായത് പ്രോഫറ്റ് സോളമൻ, അദ്ദേഹം വഫാത്തായപ്പോൾ നമുക്കറിയാം കഥ. ജിന്നുകളുടെ ഒരു കൺട്രോളറായിരുന്നു അത്. ഒരു ജിന്നുകളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജിന്നുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ജിന്നുകളോട് മാത്രമല്ല ബേർഡ്സ്, എനിമൽ, അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു നുബുവത്ത്, ഒരു മിറക്കിൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമ്മുടെ സുലൈമാൻ നബിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുലൈമാൻ നബി വഫാത്തായപ്പോൾ, അതായത് മരിച്ചപ്പോൾ, ഇത് ജിന്നുകൾ അറിഞ്ഞിരുന്നില്ല. നമുക്കൊക്കെ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് വന്ന അതേ കഥ തന്നെ. അതന്നെ, അതായത് അവരറിഞ്ഞിരുന്നില്ല. അപ്പോൾ അവർ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അറിയുന്നത് എന്താണ്, ജിന്നല്ല, സോറി, അത് സുലൈമാൻ നബി മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെ ഇൽമുൽ ഗൈബ് എന്ന് പറയുന്നത് അള്ളാഹുൽ മാത്രമേ ഉള്ളൂ. അത് പ്രവാചകനും ഇല്ല, ഈ ജിന്നുകൾക്കും ഇല്ല, മറ്റാർക്കും ഇല്ല. അതാണ്, ഈ ഏഞ്ചൽസിന് പോലും ഇല്ല. ഈ ഇൽമുൽ ഗൈബ് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം സ്വന്തമായുള്ള കാര്യമാണ്. അതായത് അദൃശ്യജ്ഞാനം. ഓക്കെ, ഈ പറയുന്ന പ്രോഫസി, അതായത് ഈ നമ്മൾ പറയുമല്ലോ ഈ പ്രവചനം എന്നൊക്കെ, അതൊക്കെ അതുപോലെ ഇത് തന്നെ ജിന്നുമായി ഉള്ള കഥകൾ തള്ളാൻ മതി. അതുതന്നെ ഈ ഒരു ഒറ്റ വേഴ്സ് തന്നെ ആക്ച്വലി ഈ ഒരു പുസ്തകം ഉണ്ടല്ലോ, ഈ ജിന്നുമായുള്ള അഭിമുഖം എന്ന പുസ്തകത്തെ തകർക്കാൻ ഈ ഒരു വേഴ്സ് തന്നെ ധാരാളമാണ്. ഓക്കെ, ഇനി ഏഴാമത്തത്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ChatGPT ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഈ ജിന്നിനെ പറ്റിയിട്ടൊക്കെ, ഈ ജിന്നുമായിട്ടുള്ള പുസ്തകത്തെ പറ്റിയിട്ട് ഈ ഒരു പരാമർശം വരുന്നത്. അല്ല, ഞാൻ ഓൾറെഡി ഇതിന് ChatGPTയോട് ഈ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ പുസ്തകത്തിനെ പറ്റിയൊക്കെ. ഇപ്പോൾ നമ്മൾ വായിക്കുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചൊന്നുമല്ല. അതൊക്കെ എന്താണ്, ഖുർആനിലെ വേഴ്സസ് മാത്രമാണ്. വേറെ ആരുടെയും അഭിപ്രായമോ ഒന്നും ഞാൻ മിക്സ് ചെയ്തിട്ടില്ല. ഇനി നമ്മുടെ ഫൈനലായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്, ഏഴാമത്തത്, ഷെയ്ത്താൻ ജിന്നിൽ നിന്നാണ്. അത് വളരെ ലളിതമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്, ഷെയ്ത്താൻ ജിന്നിൽ പെട്ടവനായിരുന്നു. നമുക്ക് സൂറത്ത് യാസീൻ പല സ്ഥലങ്ങളിൽ കാണാം. ഈ പറയുന്ന ആദമിനോട് സുജൂദ് ചെയ്യാൻ
അള്ളാഹു സുബ്ഹാനഹു വ തആല മലായിക്കങ്ങളോടും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് ഒഴികെ ബാക്കി എല്ലാവരും സുജൂദ് ചെയ്തു. കാരണം അവിടെ പറയുന്നുണ്ട് അതിലൂടെ തന്നെ, അതായത് ഇബ്ലീസ് ഷയാത്തീനിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ ഇബ്ലീസ് ഒരു ജിന്നാണ്. അപ്പോൾ നമുക്ക് അറിയാം ജിന്ന് എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചപ്പെട്ടത്. ഫയർ, സ്മോക്ക്ലെസ് ഫയർ, അതായത് പുകയില്ലാത്ത തീ. അവരൊരു ആറ്റമാണ്. അങ്ങനൊരു ഈ പ്രോട്ടോൺ ഇലക്ട്രോൺ ഒക്കെ പറയുമ്പോൾ ആ ഒരു രീതി അതാണ് അവരുടെ. അവരുടെ രൂപം എങ്ങനെയാണെന്ന് ഈ പറഞ്ഞ അലാവുദ്ദീൻ സിനിമയിലെ കണ്ടിട്ടുള്ള ആ രൂപമോ, അല്ലെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന മോൺസ്റ്ററസ് ആയിട്ടുള്ള രൂപമോ, അതുപോലെ പണ്ടത്തെ പ്രീ ഇസ്ലാമിക് അറേബ്യയിലെ ഗൂൾ എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു വിചിത്രമായ നാടോടി കഥകളുടെ രൂപമോ, അതൊന്നും അല്ല. അങ്ങനെയുള്ള രൂപമൊന്നും ഖുർആനിലെവിടെയും പറയുന്നില്ല, ഹദീസിലെവിടെയും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അതിലൊന്നും വിശ്വസിക്കരുത്. അപ്പോൾ അത് തെറ്റാണ്. ഇനി നമുക്ക് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ സോഴ്സായിട്ട് പറയപ്പെടുന്ന ഹദീസ്. കാരണം ഖുർആനാണ് ഫസ്റ്റും അവസാനം നമ്മുടെ എല്ലാ തരത്തിലുള്ള സോഴ്സ്. ഇത് ഹദീസും എന്താണ് ഇവിടെ സെക്കൻഡ് സോഴ്സായിട്ട് മെയിൻ സ്ട്രീം മുസ്ലിംസ് കാണുന്നത്. ഓക്കെ, ഇതിനർത്ഥം ഞാൻ ഹദീസ് ഈ കാര്യം എന്നല്ല. ഈ ഹദീസുകൾ നമുക്ക് വേണ്ടത് തന്നെയാണ്. ഇത് ഹദീസുകൾ നമ്മുടെ ചരിത്രമാണ്. പക്ഷേ എല്ലാ ഹദീസുകളും എന്തല്ല സഹിയാണെങ്കിൽ പോലും അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ സഹി ശാസ്ത്രം നോക്കി അതിൻ്റെതായ ക്രിട്ടിക്കൽ മൈൻഡോട് കൂടിയാണ് ഹദീസുകൾ നമ്മൾ കാണേണ്ടത്. കാരണം ഹദീസ് ഒന്നും എന്തല്ല പഠിച്ചതിനുള്ള ഡിവൈനായിട്ടുള്ള ഒരു കമാൻഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേഴ്സോ ഒരു റെവലേഷനൊന്നുമല്ല. അതായത് വഹിയല്ല, മറിച്ച് മാൻമെയ്ഡാണ്. അതും പ്രവാചകൻ കേട്ടു, ഇവർ അങ്ങനെ പോകുന്നതാണ്. അല്ലാതെ ആ ഒരു രീതിയല്ല. ഓക്കെ, അതിനർത്ഥം ഞാൻ ഈ ഹദീസിനെ കുറ്റം പറയുന്നത് അങ്ങനെ നല്ല ഇതാണ്. ഹദീസിന് നമ്മളെപ്പോഴും ആ ഒരു രീതിയിൽ എടുക്കണം. ഓക്കെ, എങ്ങനെയാണോ എന്താണോ അതങ്ങനെയായിട്ട് തന്നെ എടുക്കണം. അതിനെ കൂടുതലായിട്ട് എടുക്കാൻ പാടില്ല, കുറവായിട്ട് എടുക്കാൻ പാടില്ല. അതാണ്. അപ്പോൾ ഹദീസിലേക്ക് ഇനി പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകൾക്ക് ഖുർആൻ വായിച്ചു എന്ന ഒരു സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ഇവിടെ കാണാം. അത് നമുക്ക് അറിയാം. എത്രാമത്തെ പോയിൻ്റാണ് ഇത്? 4ാമത്തെ പോയിൻ്റ്. അത് ശരിവെക്കുന്നതാണ്. കാരണം എന്തുണ്ട്, ജിന്നുകൾ ഒരു വിഭാഗം ഖുർആൻ കേട്ട് വിശ്വസിച്ചു എന്നൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകൾക്ക് ഖുർആൻ കേൾപ്പിച്ചു പറയുമ്പോൾ അത് വലിയ സംഭവമല്ല. കാരണം വെച്ചാൽ മറ്റ് ഒരുപാട് റിപ്പോർട്ട് കാണാം. ഈ പറയുന്ന നബി ജിന്നുമായിട്ടുള്ള ഇൻട്രാക്റ്റ് ഉണ്ടാകുന്നു. പക്ഷേങ്കിൽ അത് എത്രത്തോളം വിശ്വസ്തതാണ്, അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയാണ് പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം റെഡിയാണ്. എന്താണ്, ജിന്നുകൾക്ക് ഖുർആൻ വായിച്ചു. കാരണം ഖുർആൻ അത് ശരി വെക്കുന്നതാണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇനി ഇവിടെ ഇല്ലാത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ജിന്നുകളുമായി സാധാരണ സംഭാഷണം, അഭിമുഖങ്ങൾ, മദീനയിലെ പഠനം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഹദീസുകളും ചില റിപ്പോർട്ടുകളൊക്കെ എന്തുണ്ട്, പിന്നെ ഈ പറയുന്ന ഈ പുസ്തകമടക്കം ഈ ഒരു മുസ്ലിം ജിന്നുമായുള്ള അഭിമുഖം പോലുള്ള പുസ്തകങ്ങൾ തന്നെ ക്ലൈം ചെയ്യുന്നത് എന്താണ്, ഈ പറഞ്ഞ സാധാരണ മനുഷ്യന്മാർ ഇൻ്റർവ്യൂ ചെയ്യും പോലെ ഒരു മറ്റൊരാൾ ഇൻ്റർവ്യൂ ചെയ്യും പോലെ അങ്ങനെയുള്ളതൊന്നും ജിന്നുമായിട്ട് നടക്കൂലേ? അത് നടക്കത്തേയില്ല, ഇമ്പോസിബിളായ ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ആൾക്കാർ ക്ലൈം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തെറ്റ് തന്നെയാണ്, അത് കള്ളമാണ്. അഭിമുഖം നടക്കില്ല. പിന്നെ മദീനയിൽ പഠനം, അതായത് ഈ ചില ആളുകൾ ഇങ്ങനെ വിശ്വാസത്തെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുഴപ്പിക്കുക. അതായത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളം പറയാം. അല്ലാതെ ഒരു അതിനെ ഇല്ലാതാക്കാൻ, വിശ്വാസത്തെ ഇല്ലാതാക്കാൻ പറയുന്നതല്ല. അവർ വിശ്വാസത്തെ കൂട്ടാൻ വേണ്ടി അവർ വിചാരിക്കുന്ന ഇങ്ങനത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ ഈമാൻ വളരുന്നതാണ്. പക്ഷെ അതിൻ്റെ യഥാർത്ഥത്തിൽ വിപരീതമാണ് ആക്ച്വലി ഇങ്ങനെയുള്ള കള്ളങ്ങൾ കൊണ്ട് നടക്കുക. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ക്ലൈം ചെയ്യും, അതായത് അതായത് ഇങ്ങനെ വാദിക്കും ഈ ചില സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് മദീനയിലൊക്കെ ഈ ജിന്നുകളുടെ വാസസ്ഥലമുണ്ട്. അവരൊക്കെ മദ്രസ പോലെ വന്നിട്ട് പഠിക്കും, ഇസ്ലാമൊക്കെ വന്ന് പഠിക്കുമ്പോഴും അവർ പണ്ഡിതന്മാരാകും പോലെ, ഭയങ്കര ചില പണ്ഡിതന്മാർക്കിടയിൽ പഠിക്കുമ്പോഴും ഇങ്ങനെ ഉള്ള ഒരു തരത്തിലുള്ള ആരും കാണാത്ത, ആരും കേൾക്കാത്ത ഇങ്ങനെയുള്ള ഒരുപാട് കഥകളൊക്കെ പറയും. അതും പ്രായമായ ആൾക്കാരൊന്നും കേട്ടിട്ട് അതൊക്കെ യുവാക്കൾ പോഡ്കാസ്റ്റിലൊക്കെ വന്നിട്ട് ചില ട്രെൻഡിങ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള ചില ഓൺലൈൻ ഷെയ്ഖുമാരുടെ അവരും ഈ ഒരു കാര്യത്തെയൊക്കെ അങ്ങനെയാണോ ശരിയാണോ അല്ല അവരും എന്ത് ചെയ്യും, ഇങ്ങനത്തെ കഥകളൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അതൊക്കെ ഇവിടെ വളരെ ക്ലീനായിട്ട് തന്നെ റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതെല്ലാം വെറും കഥകൾ മാത്രം.
ഇനി ജാവേദ് അഹമ്മദ് ഗംദി അദ്ദേഹത്തിൻ്റെ ആ ഒരു പണ്ഡിതൻ്റെ കുറച്ച് പോയിൻറ്റ്സ്, ഇനി എത്ര പോയിൻറ്റ്സ് ഉണ്ട്? 4, വെറും 4 പോയിൻറ്റ്സ് അദ്ദേഹം എന്താണ് പറയുന്നത് ജിന്നുകളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ജിന്ന് യഥാർത്ഥമാണ്, പക്ഷേ മനുഷ്യരെ പോലെ ഒരു സമൂഹമല്ല. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ജിന്നുകൾ എന്താണ്, അത് ഒരു റിയലാണ്, നോട്ട് ഫേക്ക് ഒരു നോട്ട് മിത്ത്. പക്ഷേ ഒരു മനുഷ്യരെ പോലെ ഒരു സമൂഹമല്ല. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരെന്താ അല്ല അനിമൽസോ സ്പീഷീസോ അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അല്ല. ഇപ്പോൾ നമ്മൾ ബേർഡ്സ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അനിമൽസ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, മനുഷ്യർ കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ അവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഓക്കെ, അവരൊരു സിവിലൈസ്ഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ജീവിക്കുക, അവിടെ ഒരു സിറ്റീസ് ഉണ്ടാവുക, ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക, അങ്ങനെയൊന്നും അവർക്കിടയിൽ ഇല്ല. നമ്മുടെ പോലെ നാഗരികവും സംവിധാനങ്ങളും ഇല്ല തന്നെയാണ് പറയുന്നത്. മതം, രണ്ടാമത്തെ പോയിന്റ്, മതം മനുഷ്യ പ്രവാചകരിലൂടെ തന്നെയാണ്. അതായത് അവർക്ക് ഒരു പ്രവാചകരില്ല. അതായത് പ്രവാചകർ മൊത്തം മനുഷ്യരാശിയിൽ നിന്നാണ് ഉണ്ടായത്. മനുഷ്യരാശിക്ക് വേണ്ടിയാണ് പടച്ചവൻ അയച്ചതും. അത് ഇവർക്കും കൂടി ഷെയർ ചെയ്യപ്പെട്ടു എന്ന് മാത്രമാണ്. അല്ലാതെ അവരിൽ നിന്ന് ഒരു ജിൻ പ്രവാചകൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ്. ജിന്നുകൾക്ക് വേറെ നബിയില്ല. അവർ എന്താണ് കേട്ടിട്ട് വിശ്വസിക്കുന്നത്. ജിന്ന് കഥകൾ കൂടുതൽ അതിശയോക്തി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അഭിമുഖം, കൈവശം വരിക്കൽ, ഹോറർ കഥ. ഈ ഇന്തോനേഷ്യയിലാണ് കേരളത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഈ പുസ്തകത്തിന് ഒരു എന്താണ് സ്വീകാര്യത ലഭിച്ചത്. കാരണം നമുക്കറിയാം ഇന്തോനേഷ്യ ഈ ഒരു ജിന്ന് പ്രേതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോറർ സിനിമകൾ ഉണ്ടാക്കുന്നവരിൽ നമ്പർ 1 ടീംസാണ്. അവരുടെ സിനിമകൾക്ക് വളരെ ഇഷ്ടമാണ്. വളരെ ഒരു എന്താണ് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള നല്ല കഥകളായിരിക്കും. നല്ല കഥയും ആ ഒരു എന്താണ് സീൻസൊക്കെ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ല ആക്ച്വലി. എന്താണ് റിയാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ വെറും എന്താണ് ഫിക്ഷനാണ്. നമ്മൾ ഹിസ്റ്റോറി ഫിക്ഷൻ എന്ന് പറയുമ്പോൾ സാധാ മാജിക് റിയലിസം അങ്ങനെ പല ജോണറുണ്ടല്ലോ. അതുപോലെ ഒരു വെറും സാങ്കല്പികമാണ്. നമ്മുടെ സാങ്കല്പികമാണ്. ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. സാങ്കല്പികങ്ങൾക്ക് അടിസ്ഥാനം ഉണ്ടാവില്ല. ഖുർആൻ ലക്ഷ്യം, 4-ാമതായും ആ ഫയലായിട്ട് പറയുന്നത് ഖുർആൻ ലക്ഷ്യം എന്ന് പറയുന്നത് നൈതിക പാഠമാണ്. അതായത് കൗതുകം ഉണ്ടാക്കാനല്ല, ഉത്തരവാദിത്വം ഓർപ്പിക്കാൻ. അതായത് നമുക്കറിയാം ഖുർആൻ എന്തല്ല, അതൊരു എൻ്റർടൈൻമെൻറ്റ് ബുക്കല്ല. അതായത് അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ബുക്കാണ് നമുക്കറിയാം, അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ഖുർആൻ ഒരിക്കലും നമുക്കത് കാണാൻ പറ്റില്ല. അതെന്താണ്, നമ്മളെപ്പോഴും നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഡ്യൂട്ടീസ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് ഖുർആൻ എന്താണ് ഒരു ഗൈഡൻസാണ് ഫോർ മാൻകൈൻഡ്. മനുഷ്യരാശിക്കുള്ള എന്താണ് ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കേണ്ട ഒരു പുസ്തകമാണ്. നമുക്കെല്ലാം നമ്മുടെ അടിസ്ഥാനമാണ്. ഒരു വേ ഓഫ് ലൈഫ്, ജീവിത രീതിയുടെ അടിസ്ഥാനമായിട്ടുള്ള ഒന്നാണ് ഖുർആൻ. അല്ലാതെ നമ്മളെ ഇങ്ങനെ കുളിർമ കൊള്ളിപ്പിക്കാനുള്ള ഒരു നോവലോ അതൊന്നുമല്ല ഖുർആൻ. എന്നെ ഈ ഒരു ചെറിയൊരു ഒരു കൺക്ലൂഷനാണ്. അത് ഇത്രയേ ഉള്ളൂ. അതായത് ജിന്നുമായി അഭിമുഖം പൊളിച്ചെടുക്കാം. ഖുർആൻ തെളിവില്ല, വിശ്വാസനീയമായ ഹദീസില്ല. അവർ അദൃശ്യമാണെന്നതുമായ വിരുദ്ധം. അവരുടെ അറിവ് അപരിതമാണ്, ഒരിക്കലും തെളിവ് കാണിക്കില്ല. ഇതൊരു കെട്ടുകഥ മാത്രമാണ്. അതായത് ഖുർആൻ എന്താണ്, ഇസ്ലാം എന്നത് പറയുന്നത് ജിന്നിനെക്കുറിച്ച് പറയാൻ വന്നതല്ല, നമ്മളെ ഉത്തരവാദികളാക്കാൻ വന്നതാണ്. ജിന്നുകളെക്കുറിച്ച് അമിത താല്പര്യം അത് നമ്മുടെ എന്താണ് ശ്രദ്ധ തെറ്റിപ്പിക്കുന്നതാണ്. കാരണം നമുക്ക് അവരെ പറ്റി അറിയേണ്ടതൊക്കെ ഖുർആൻ തന്നിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെ പോയാലും പിന്നെ കിട്ടില്ല. അതിനെ പറ്റിയുള്ള അറിവ് എങ്ങനെ കിട്ടാനാണ്? അപ്പോൾ ഇതിനെപ്പറ്റി അധികം ചിന്തിക്കുകയും അതിങ്ങനെ ഒരുപാട് ഇമാജിനേറ്റ് കഥകൾ ഉണ്ടാക്കുകയും അങ്ങനെ കഥകൾ ഉണ്ടാക്കിയ ആൾക്കാരെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത് സമയം പോക്കാണ്. അത് നമ്മളെ തെറ്റിക്കും. അത് തന്നെയാണ് പറയുന്നത്. ഇനി നമുക്ക് നേരിൽ എവിടെ പോകാം? ഈ മുസ്ലിം ജിന്നുമായുള്ള അഭിമുഖം എന്ന പുസ്തകത്തിലേക്ക് പോകാം. അപ്പോൾ ഏതായാലും ക്ലിയർ ആണല്ലോ എന്താണ് ജിന്ന് എന്ന് നമ്മൾ ഓൾറെഡി നോക്കി. എന്തെങ്കിലും സംശയമുണ്ടോ ഒന്നുകൂടി റിക്യാപ്പ് ചെയ്ത് കാണാം. ഓക്കെ, ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കാം.